Welcome to Sahardaya Tech Talks. In this lecture video, we are going to discuss about the topic Embedded Firmware Design Approaches. The firmware design approaches for embedded product is purely dependent on the complexity of functions to be performed and the speed of operation required. There are two types of approaches. The first one is conventional procedural based firmware design, and it is also known by the name Superloop model. And the second one is embedded operating system based design. Then what is Superloop based approach? This approach is mainly adopted for the applications where the response time is not so important. For an example, ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ 5 സെക്കൻഡ്സ് ആവശ്യമുണ്ടെങ്കിൽ ആ 5 സെക്കൻഡ്സ് ഫുള്ള് എക്സിക്യൂട്ട് ചെയ്യാൻ എടുത്തിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനത്തെ ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടിയിട്ടാണ് സൂപ്പർ ലൂപ്പ് ബേസ്ഡ് അപ്രോച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. Here the code executed is task by task. This is a true procedural one and the task is executed in serial manner. The order in which the task executed is fixed and are hard coded. Next is execution flow superloop based approach. First we will configure the common parameters and then initialize it. After that we will start the first task, then execute it, and the second task, and onwards we will execute the last defined task. Then jump back to the first task and follow the same flow. അതായത് ഇവിടെ ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടായിരിക്കും ഇവിടുത്തെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ സെക്കൻഡ് ടാസ്ക് ഫുൾ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ അവസാനത്തെ ടാസ്ക് വരെ പോയതിന് ശേഷം വീണ്ടും ആദ്യത്തെ ടാസ്കിലേക്ക് പോവാം. ഇവിടുത്തെ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആയിട്ട് തന്നെ ഇരിക്കും. അതായത് ഇൻഫൈനൈറ്റ് ആയിട്ട് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു കോഡ് ഫോർമാറ്റാണ്. ഫസ്റ്റ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ വോയിഡ് മെയിൻ, ദെൻ പാരാമീറ്റേഴ്സ് കോൺഫിഗർ ചെയ്യുക, അതിൻ്റെ ഇനിഷ്യലൈസേഷൻസ്, വൈൽ ഓഫ് 1 മീൻസ് അതൊരു ട്രൂ വാല്യൂ ആണ്. 0 എന്ന് പറയുന്നത് ഫോൾസ് വാല്യൂ ആയിരിക്കും. അതായത് ഇവിടുത്തെ വൈൽ കണ്ടീഷൻ ഓൾവേസ് 1 ആണ്. അപ്പോൾ ടാസ്ക് ഓരോന്ന് 1 to n എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ അത് ഇൻഫൈനൈറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഒരു നോർമൽ പ്രോഗ്രാമും സൂപ്പർ ലൂപ്പ് ബേസ്ഡ് അപ്രോച്ചിൽ വരുന്ന പ്രോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ. ഈ മെയിൻ ഓഫ് ഫംഗ്ഷനിൽ ഫസ്റ്റ് നമ്മൾ n ഡിഫൈൻ ചെയ്തതിന് ഇനിഷ്യലൈസ് ചെയ്തു, അതിനുശേഷം n <10 കൊടുത്തു. അത് 0 to 9 വരെ അത് പ്രിൻ്റ് ചെയ്യും. n++ വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 0 to 9 വരെ അതായത് 10 ഡിജിറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. രണ്ടാമത്തെ സൂപ്പർ ലൂപ്പ് ബേസ്ഡ് അപ്രോച്ചിൽ വരുമ്പോൾ n നമ്മൾ ഡിഫൈൻ ചെയ്തു, ഒരു n-ൻ്റെ വാല്യൂ ഇട്ടു, അതിന് 0 കൊടുത്തു, വൈൽ അതിൻ്റെ വാല്യൂ 1 ദാറ്റ് ഈസ് ഹിയർ ദ കണ്ടീഷൻ ഈസ് ഓൾവേസ് ട്രൂ. ദെൻ പ്രിൻ്റ് ഓഫ് %d n++. ഇവിടെ ഓൾവേസ് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സിക്യൂഷൻ ഇൻഫൈനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. As the loop executes infinitely, the approach is referred as a super loop based approach. Since the tasks are running inside an infinite loop, the only way to come out of the loop is either a hardware reset or an interrupt assertion. A hardware reset brings the program execution back to the main loop, whereas an interrupt request suspends the task execution temporarily and performs the corresponding interrupt routine, and on completion of the interrupt routine, it will restart the task execution from the point where it got interrupted. അതുകൊണ്ട് തന്നെ this type of design is deployed in low-cost embedded products. The major drawbacks of superloop based approach is any failure in any part of a single task will affect the total system. അതായത് ഇതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുണ്ടാകാൻ സാധ്യതയുള്ള ഇൻട്രപ്റ്റുകളെല്ലാം അതായത് ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഇൻട്രപ്റ്റുകളും നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വയ്ക്കും, അതിനെ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലൂപ്പിൻ്റെ പുറത്തേക്ക് വന്നതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ വാച്ച് ഡോഗ് ടൈമേഴ്സ്, ദാറ്റ് ഈസ് WDT,
ഹെൽപ്പ് ചെയ്യും. എന്തിന്? ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അൺഎക്സ്പെക്റ്റഡ് ഫെയിലിയേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റിയൽ ടൈംലിനെസ്. അതായത് ഒരു പ്രോഗ്രാമിൽ 2 ടാസ്കുകളുണ്ടെന്ന് വിചാരിക്കും. ആ 2 ടാസ്കുകളും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ 10 സെക്കൻഡ്സ് വേണം. അപ്പോൾ 1 മിനിറ്റിൽ നമുക്ക് 6 തവണ ആ ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് അതേസമയം തന്നെ ഒരു പ്രോഗ്രാമിൽ 2 ടാസ്കുകളിൽ ഒരു ടാസ്കിന് കുറച്ചും കൂടെ സമയം വേണം. അപ്പോൾ ഈ 2 ടാസ്കുകളും കൂടെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ 15 സെക്കൻഡ് എടുത്തെന്ന് വിചാരിക്കും. അപ്പോൾ 1 മിനിറ്റിൽ ഈ ടാസ്കുകൾ നമുക്ക് 4 തവണ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്സ്. അപ്പോൾ 4 തവണ നമുക്ക് 15 4 തവണ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ 2 തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവിടെ മിസ്സാവുകയാണ്. അപ്പോൾ അതായത് ചില ഇവൻറ്റ്സ് ഇങ്ങനെ ടൈം കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ചില ഇവൻറ്റ്സ് നമുക്ക് മിസ്സാവും ഇതിൻ്റെ. അതാണ് സെക്കൻഡ് ഡ്രോബാക്ക്. ഈ എംബഡഡ് ഫേംവെയറിൻ്റെ സൂപ്പർ ലൂപ്പ് ബേസ്ഡ് അപ്രോച്ചിന് മെയിൻ എക്സാമ്പിളാണ് വീഡിയോ ഗെയിംസ്. അതായത് കീപാഡും ഡിസ്പ്ലേ യൂണിറ്റും ഉള്ള വീഡിയോ ഗെയിം ടോയ്സ് ഉണ്ടാവുമല്ലോ. The program running inside the product may be designed in such a way that it will reach the key to detect whether the user has given any input, and if any key press is detected, the graphic display will update. The keyboard scanning and display updating happens at reasonably high rate. Even if the application misses a key press, it won't create any critical issues. The second approach is embedded operating system based approach. The operating system based approach contains operating systems which can be either a general purpose operating system GPOS or a real time operating system RTOS. The general purpose operating system based design is very similar to a conventional PC based application development where the device contains an operating system. Example of a GPOS used in embedded product development is Microsoft Windows XP Embedded. Example of embedded products using Microsoft Windows XP operating system are Personal Digital Assistant PDAs and handheld devices, portable devices and point of sale POS terminals. Operating system based application also requires driver software for different hardware present on the board to communicate with them. Real-time operating system RTOS based design approach is employed in embedded products demanding real-time response. RTOS respond in a timely and predictable manner to events. Real-time operating systems contains a real-time kernel responsible for performing preemptive multitasking. അതായത് സൂപ്പർ ലൂപ്പ് ബേസ്ഡ് അപ്രോച്ചിൽ നമ്മൾ പഠിച്ചായിരുന്നു ഒരു ടാസ്ക് 5 സെക്കൻഡാണ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് അത്രയും നേരം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ള ടാസ്കിലേക്ക് പോകുന്നത്. പക്ഷേ RTOS ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെന്ന് വെച്ചാൽ പ്രീഎംഷൻ ഉണ്ടാവും. അതായത് 5 സെക്കൻഡ് ഫുൾ എക്സിക്യൂട്ട് ചെയ്യാണ്ട് ഒരു 2 സെക്കൻഡ്സിലോ 3 സെക്കൻഡ്സിലോ വെച്ച് നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ RTOS യൂസ് ചെയ്യുന്നത്. Windows CE, PSOS, VxWorks, ThreadX, Embedded Linux. These are the examples of RTOS employed in embedded product development. I hope you all understand the topic and thanks for watching.